കുറച്ച് ദിവസം മുന്നേ പോസ്റ്റർ കളറിൻ്റെ ബേസിക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാട്ടർ കളർ വെച്ചിട്ടൊരു കമ്പാരിസൺ പോലെ ഒരു വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ അത് വെച്ചിട്ടൊരു പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ പോലെ. ലൈക്ക് ഞാൻ നറേറ്റ് ചെയ്തുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ചില സ്ഥലത്തൊക്കെ ഞാൻ ഓടിച്ചുള്ളൂ കേട്ടോ, ഒരേപോലെ റിപ്പീറ്റഡായിട്ട് വരുന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പെയിൻറ്റിങ് ആദ്യം കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം അത് പോയി കണ്ടു നോക്കുക. ബേസിക്കായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വാട്ടർ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഭയങ്കര തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തീരെ മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ജസ്റ്റ് ലാൻഡ് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊബാൾട്ട് ബ്ലൂവും കൂടി മിക്സ് ചെയ്തു റെഡിൻ്റെ കൂടെ, എന്നിട്ട് അപ്ലൈ ചെയ്യാണ്. ബ്ലൂവും റെഡും മിക്സ് ചെയ്യുന്ന ഒരു പേർപ്പിൾ കളറാണ് കിട്ടുക. അത് ഭയങ്കര ഡാർക്ക് ആയതിനെ കൊണ്ടാണ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നത്. കുറച്ചും കൂടി ഒരു ബ്രൗണിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ മിക്സ് ചെയ്യാം. ഞാനത് മിക്സ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ക്രിംസൺ കൂട്ടിയിട്ട് ആ ഒരു സ്കൈക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ലാൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ അതേ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം. ഒരു ബ്രഷിനെ കൊണ്ട് തന്നെ പല രീതിയിൽ വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് അടിപൊളി പെയിൻറ്റിങ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴെ തിക്കായിട്ടാണ് എടുത്തത്. ഇനി മുകളിൽ അതിൻ്റെ ഒരു ലെയർ കൊടുക്കാൻ കുറച്ച് വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ചെയ്ത്, ഒരുപാട് ഡൈല്യൂട്ട് ചെയ്തില്ല, കുറച്ചൊരു ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ലൈറ്റ് കളറാക്കിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് വാല്യൂ ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മല പോലെയൊക്കെ വരുന്ന രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് സൈസ് 6 എടുക്കാം, അല്ലെങ്കിൽ ഇനി അതിലും വലുതിൻ്റെ ആവശ്യമില്ല. ഇത് കൊച്ചു പെയിൻറ്റിങ് അതിനെ കൊണ്ടാണ് കേട്ടോ. ഇത് ഭയങ്കര കുഞ്ഞു സൈസാണ്. നമ്മുടെ സാധാ ഇതിൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ ഇത് സാധാ ഡ്രോയിങ് ബുക്കിൽ ചെയ്യാതിനെ കൊണ്ടാണ്, സാധാ ഡ്രോയിങ് ബുക്ക് ചെയ്യുന്നുള്ളത്. ഇത് ഭയങ്കര കുഞ്ഞു സൈസ് ആയതിനെ കൊണ്ടാണ് ഈ ചെറിയ സൈസ് ബ്രഷ് എടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് സൈസ് മാറ്റിയെടുക്കുക. അപ്പോൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് മരങ്ങൾ വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ലാൻഡിന് മിക്സ് ചെയ്ത അതേ ഡാർക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഫില്ലാക്കിയിട്ടൊന്നുമല്ല അപ്ലൈ ചെയ്യുന്നത്, കുറച്ച് ബാക്കിലൂടെ സ്കൈ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, ആ ഒരു എന്താ പറയുക, ഒരേപോലെ അങ്ങനെ ബ്ലാക്കായി നിൽക്കുന്നതിലും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. കുറച്ചൊരു കളർ വാല്യൂ വേരിയേഷൻസ് ആ ഒരു ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ മരമൊക്കെ വരയ്ക്കുക. അതിൻ്റെ ഇടയിൽ താഴെ കുറച്ച് ഗ്രാസ് വരയ്ക്കുക. ഗ്രാസ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഇതേ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് സ്ട്രോക്ക് ചെയ്യുക.
ഇനി ഇതിന് കുറച്ച് ബ്രാഞ്ചസ് വരയ്ക്കണം. അതിന് നിങ്ങൾക്ക് സൈസ് 00 ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്യാം, റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി നല്ല എന്താ പറയുക തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിൽ കിട്ടാനും സ്മൂത്തായി കിട്ടാനും വേണ്ടി നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം, ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ച് വരയ്ക്കുക. എങ്ങനെയാണ് ബ്രാഞ്ച് വരയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഒരു വീഡിയോൻ്റെ അകത്തൊരു ബേസിക് വീഡിയോനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ മിസ്റ്റേക്സ് എന്ന് പറയുന്ന വീഡിയോയിലാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ബേസിക് വീഡിയോസ് ഇട്ടിൽ ഞാൻ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബേസിക് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഒരു സൈഡ് ഭയങ്കര എംപ്റ്റി ആയി തോന്നി. എപ്പോഴും ഈ കാക്കയും ഇതിനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാറ്റി പിടിച്ചു. ഞാൻ ഒരു കുറച്ച് ഒട്ടകത്തിനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒബ്ജക്റ്റുകൾ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യണം തോന്നുന്നു. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, നമുക്ക് ഒട്ടകം എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഏകദേശം അതിൻ്റെ കഴുത്ത് ഭയങ്കര നീണ്ടിട്ടാണ്, അതിൻ്റെ ബാക്കിൽ ഒരു ഹമ്പ് പോലെ ഒരു സാധനമുണ്ട്, കാല് കുറച്ച് നീണ്ടിട്ടാണ്. ഇതാണ് അതിൻ്റെ ഒരു കോമൺ, നമുക്ക് ഒറ്റ ഒരു കണ്ണ് പൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീച്ചർ എന്നുള്ള രീതിക്ക്. ചിലപ്പോൾ നമ്മൾ റെഫറൻസ് ഒക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ കണ്ണ് പൂട്ടി വരച്ചാൽ അല്ലെങ്കിൽ ദൂരത്ത് നോക്കിയിട്ട് ഒട്ടകമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ്, അപ്പോൾ കഴുത്ത് നീണ്ടിട്ട് പുറത്തൊരു ഹമ്പ് പോലൊരു സാധനം, കുറച്ച് നീളമുള്ള കാല്, ഇതാണ് നമ്മളെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര കുഞ്ഞതല്ലേ, ഭയങ്കര സൂംഡ് ആയിട്ടുള്ളതെന്നല്ലല്ലോ, ഭയങ്കര കുഞ്ഞതായതിനെ കൊണ്ട് ഏകദേശം ആ ഷേപ്പിൽ വരയ്ക്കാം. ചില സമയം നമ്മുടെ ഷേപ്പ് തെറ്റിപ്പോവും. അപ്പം തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എന്നോട് തെറ്റിപ്പോയത് ഈ മുകളിലുള്ള ഹമ്പ് കുറച്ച് പരന്നുപോയി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്താക്കും, നമ്മൾ കുറച്ച് ആൾക്കാരുടെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് ലഗേജ് വെച്ചാന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉള്ള പോലെ വരച്ച് വെക്കും. അതെന്താ പറയുക, അപ്പം ഇങ്ങനത്തെ ചെറിയ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടൊക്കെ വരുന്ന മിസ്റ്റേക്കുകൾ നമ്മളത് കവറപ്പ് ചെയ്യുക. ഇങ്ങനെ വല്ല ലോജിക്കൊക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും തെറ്റിപ്പോയി ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ നിർത്തുമൊന്നും വേണ്ട. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡപ്പ് ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലായിട്ട് 2 ആൾക്കാരെയും ഞാൻ
അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയേണ്ടായിരുന്നത്, ഇത് ഞാൻ ഇതേ കളറിൽ വരുന്ന, അതായത് സൺസെറ്റിൻ്റെ ഒരു ഇതിൽ വരുന്ന ആക്രിലിക് പെയിൻറ്റിങ്ങും വാട്ടർ കളർ പെയിൻറ്റിങ്ങും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കുണ്ട്, കാണണം താല്പര്യമുണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ആ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് വാട്ടർ കളർ പെയിൻറ്റിങ്ങും പോസ്റ്ററും ആക്രിലിക്കും ഉണ്ടാവുക. അപ്പം എനിക്ക് ഇതിനകത്ത് വിഷ്വലി കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ കളറിന് എന്താ പറയുക, ഒരു ചെറിയൊരു ഡസ്റ്റി പോലെ ഭയങ്കര മാറ്റ് ഫിനിഷ് ആയിട്ടാണ് സംഭവം വന്നിട്ടുള്ളത്. ഒരു ചെറിയ നമുക്ക് ചിലപ്പോൾ ചെറിയ പഴയതായിട്ട് പൊടി പിടിച്ച് പൊടി പോലെ വന്നതാണോ എന്നൊക്കെ കാണാത്തവർക്ക് വിചാരിക്കാൻ ചാൻസസ് ഉള്ള ഒരു മീഡിയ ആണ്. പൊടി പിടിച്ചതെന്നല്ല, ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറാണ് അതിൻ്റെ അകത്ത് റിസൾട്ട് ചെയ്തെല്ലാം കിട്ടുന്നത്. ഒന്നാമത് അത് വാട്ടർ കളർ പേപ്പർ പോലെ ഭയങ്കര ഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേപ്പറിലല്ല ചെയ്തിരിക്കുന്നത്, സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. വാട്ടർ കളറിന് ഞാൻ ഈ വാട്ടർ കളർ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഗ്രെയിൻസ് റഫ് ആയിട്ടുള്ള ഒരു പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ് അതിനെന്തായാലും ഉണ്ടാവും. പിന്നെ ഇതേ പെയിൻറ്റിങ്ങിന് നമ്മൾ പോസ്റ്റർ കളർ പെയിൻറ്റിങ്ങിനെ ആക്രിലിക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്രിലിക് കുറച്ചും കൂടി ഗ്ലോസിയാണ്. പക്ഷേ ഇത് വാർണിഷ് അടിച്ച ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്, ഗ്ലോസി ഫിനിഷുള്ള. പക്ഷേ എന്നാലും ഇത്ര തന്നെ ഗ്ലോസി അല്ലെങ്കിലും പക്ഷേ ലൈറ്റ് വീഴുമ്പോൾ എന്തായാലും അതിനകത്ത് ഒരു എന്താ പറയുക ലൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു തിളക്കമുള്ളതാണ് നമ്മളെ ആക്രിലിക് പെയിൻറ്റിങ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് മീഡിയംസും പോസ്റ്റർ കളറും തമ്മിലുള്ള ഡിഫറൻസ് വിഷ്വലി നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.